തിരുവനന്തപുരം ആനയറയിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചുവന്ന CPM ഓഫീസ് പൊളിച്ചു നീക്കിയേക്കും. കൂടുതൽ പോലീസ് സംഘം സ്ഥലത്തേക്ക് എത്തി. സ്ഥലത്ത് തടിച്ചുകൂടി CPM പ്രവർത്തകർ. കോവിഡ് ഹെൽപ്പ് ഡെസ്ക് എന്ന മറവിൽ പ്രവർത്തിച്ച പാർട്ടി ഓഫീസാണ് പൊളിച്ചു നീക്കുന്നത്. വിവരങ്ങളുമായി M. മനോജ് ചേരുന്നു. മനോജ്, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അവിടെ സംഘർഷ സാഹചര്യമാണ് CPM പ്രവർത്തകർ സൃഷ്ടിക്കുന്നത്. ആനയറയിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചുവന്ന CPM ഓഫീസാണ്. അത് പൊളിച്ചു നീക്കാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ മനോജിന് നേരെയും ജനം TV സംഘത്തിന് നേരെയും ഒക്കെ ആക്രോശിച്ചുകൊണ്ട് വരുന്ന CPM പ്രവർത്തകരെ നമ്മൾ കണ്ടതാണ്. നിലവിലെ സാഹചര്യം നിലവിലിപ്പോൾ കൂടുതൽ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. തഹസീൽദാർ അടക്കം ഇങ്ങോട്ടേക്ക് എത്തും. അവരുടെ സാന്നിധ്യത്തിലാകും പൊളിച്ചു നീക്കുക എന്നാണ് അറിയിച്ചത്. പക്ഷേ ഇപ്പോഴും CPM പ്രവർത്തകർ ഇവിടെ അതിനെ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അതായത് കോർപ്പറേഷന് കീഴിലുള്ള കെട്ടിടത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഓഫീസ്, അതായത് COVID-19 ഹെൽപ്പ് ഡെസ്ക് എന്ന പേരിൽ CPMൻ്റെ കൊടിതോരണങ്ങളടക്കം ഈ ഓഫീസിനുള്ളിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ തുടർന്നു വന്നിരുന്നത്. അതിനെ തുടർന്നാണ് കോർപ്പറേഷൻ്റെ അധികൃതർ ഇങ്ങോട്ടേക്ക് എത്തിയത്. അവരൊക്കെ എത്തിയ ശേഷം ഇവിടെ പരിശോധന നടത്തുകയും തുടർന്ന് കൊടിതോരണങ്ങളടക്കം പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങളടക്കം കണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ അത് കഴിഞ്ഞ ശേഷം ഇവിടെയുള്ള CPM പ്രാദേശിക നേതാക്കൾ ഇതിനെ എതിർത്തുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോഴും പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. ആദ്യം സമയം ആവശ്യപ്പെടുകയുണ്ടായി, പൊളിച്ചോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കൂടുതൽ നേതാക്കൾ എത്തി പൊളിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാവരുത് എന്നാണ് പോലീസ് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ കൗൺസിലറുണ്ട്, കോർപ്പറേഷൻ്റെ അധികൃതരുണ്ട്. കോർപ്പറേഷൻ ജീവനക്കാർ ഈ ഷെഡിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ അവരെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. CPMൻ്റെ പ്രാദേശിക നേതാക്കളടക്കം നേതൃത്വം നൽകിയാണ് ഇവരെ ഇറക്കിവിട്ടത്. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസുമായി ചർച്ച നടത്തുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ഇത് കയറി പൊളിച്ചു നീക്കാനാവില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. കാരണം പോലീസിന്റെ ഉത്തരവാദിത്തമല്ല ഷെഡ് സംരക്ഷണം ഒരുക്കേണ്ടത് പോലീസിനാണ്. കോർപ്പറേഷൻ പക്ഷേ ഒരു നിലപാടിൽ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് കൃത്യമായും ഇവിടെ പതിച്ചിട്ടുണ്ടായിരുന്നു. ആ നോട്ടീസ് ഇവിടെ ഉണ്ടായിരുന്നു. അത് വലിച്ചു കീറി എന്നുള്ള കാര്യമാണ് കൗൺസിലർ അടക്കം പറയുന്നത്. അതിനുശേഷം ഈ ഓഫീസ് ഇങ്ങനെ തന്നെ തുടർന്ന് പ്രവർത്തിച്ചു വന്നു. പക്ഷേ ഇന്ന് കോർപ്പറേഷൻ അധികൃതർ രാവിലെ ഇവിടേക്ക് എത്തുമ്പോൾ അതിനെ ഇപ്പോൾ തടയുന്ന ഒരു സാഹചര്യം, അതായത് പൊളിച്ചു മാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഇവിടെയുള്ള CPMൻ്റെ നേതൃത്വം. എന്തായാലും CPMൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കളെയൊക്കെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയെങ്കിലും തടയുക, അതായത് കോർപ്പറേഷൻ്റെ ഈ നീക്കം എങ്ങനെയെങ്കിലും തടയുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. അതിനുവേണ്ടി പോലീസിനോട് സംസാരിക്കുകയാണ്. എന്തായാലും ഇവിടെ തഹസീൽദാരോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ ഇങ്ങോട്ടേക്ക് എത്തുന്നതിനനുസരിച്ചായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് ചിലർ മദ്യപിച്ച് കിടക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നത്. അതായത് ഈ കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഇതൊക്കെയാണ് നടന്നു വന്നിരുന്നത് എന്നതിൻ്റെ തെളിവായി നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ CPM പ്രവർത്തകരെ ചൊടിപ്പിച്ചു എന്നതിൽ മാറ്റമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ക്യാമറയുമായി എത്തുമ്പോൾ ഇവർ ആ ദൃശ്യങ്ങൾ എടുക്കുന്നത് തടയുന്നത്, നമുക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. എന്തായാലും ആ ഒരു സാഹചര്യം തുടരുകയാണ്. കാരണം പോലീസ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊന്നും വകവയ്ക്കാതെയാണ് CPM പ്രവർത്തകരുടെ ഈ ശ്രമങ്ങൾ. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് ഇവിടെ കൗൺസിലർ അടക്കം അറിയിച്ചിട്ടുള്ളത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും നഗരമാണ് തിരുവനന്തപുരം, ഈ നഗര പ്രദേശത്ത് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാവരുത്, ഒരു പ്രശ്നവുമില്ലാതെ സൗമ്യമായി പരിഹരിക്കാമെന്നുള്ള രീതിയിലാണ് പോലീസ് നിൽക്കുന്നത്. പക്ഷേ CPMൻ്റെ നേതാക്കൾ അങ്ങനെയല്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജനങ്ങളെ അറിയിക്കുമ്പോൾ അത് അറിയരുത് എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാട്ടി, അല്ലെങ്കിൽ അതിനെയൊക്കെ തടഞ്ഞുകൊണ്ട് ഒരു നീക്കം അത് CPMൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്തായാലും പ്രാദേശിക നേതാക്കളടക്കം ഇവിടെ ഒത്തുകൂടുന്നു. ഈ ഷെഡ് പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു, പോലീസിനോട് സംസാരിക്കുന്നു. ആ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് ആനയറയാണ് സ്ഥലം, അതായത് കോർപ്പറേഷൻ്റെ കടകംപള്ളി സോണൽ ഓഫീസിൻ്റെ പരിധിയിലുള്ള ഈ സ്ഥലം.
ഈ സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം, അതായത് ഒരു കോർപ്പറേഷൻ കെട്ടിടത്തിനോട് ചേർന്നുകൊണ്ട് ഒരു ഷെഡ് വെക്കുന്നു, അനധികൃതമായി അത് തുടർന്ന് വരുന്നു. അതോടൊപ്പം തന്നെ ഇതിന് ഉള്ളിലൊരു മുറി വാടകയ്ക്ക് എടുക്കുന്നു. അതിന് സമീപത്ത് അല്ലെങ്കിൽ ആ മുറിക്കരികിലായി ഇത്തരത്തിൽ മദ്യപാനം നടക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യം നിൽക്കുമ്പോഴാണ് കോർപ്പറേഷൻ്റെ അധികൃതർ ഇങ്ങോട്ടേക്കെത്തി ഇതിനെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. അതായത് ഒരാഴ്ച മുമ്പ് തന്നെ ഇവർക്ക് നോട്ടീസ് ഇവിടെ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് കോർപ്പറേഷൻ്റെ ഈ ഭരണസമിതിയിൽ നിന്നും ചിലർ വ്യക്തമാക്കുന്നത്. പക്ഷേ ആ നോട്ടീസ് ഔദ്യോഗികമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ അതിനെ എതിർത്ത് നിൽക്കുന്നത്. ഇത് കോവിഡ് ഹെൽപ്പ് ഡെസ്കായി പ്രവർത്തിച്ചു വന്ന ഓഫീസിൽ നിന്നാണ് ഈ CPM-ന്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ. ഇപ്പോഴും ഇവിടെ തർക്കം തുടരുകയാണ്. ഈ CPM-ന്റെ നേതാക്കൾ, പ്രാദേശിക നേതാക്കളടക്കം ഇവിടെ ആക്രോശിച്ചുകൊണ്ട് പലർക്കും നേരെ, കോർപ്പറേഷൻ്റെ ജീവനക്കാരും അതോടൊപ്പം തന്നെ സമീപത്തുള്ള BJP പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും കോർപ്പറേഷൻ ജീവനക്കാർക്ക് നേരെയാണ് ഇവരിങ്ങനെ ആക്രോശിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അതായത് ഇത് ഒന്നും ചെയ്യാനായില്ല, അതായത് ഈ കെട്ടിടം ഷെഡ് പൊളിച്ചു നീക്കാനാകില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവരൊക്കെ പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ തന്നെയാണ് ഗുണ്ടായിസം തുടരുകയാണ്. കൗൺസിലർമാർക്ക് നേരെയും അതോടൊപ്പം ഈ കോർപ്പറേഷൻ അധികൃതർക്ക് നേരെയും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ തുടർന്ന് വരികയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പ്രശ്നമുണ്ടാകരുത് എന്നുള്ള കാര്യം ആദ്യഘട്ടം മുതൽ പോലീസ് ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ തുടർന്നു വരുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ഇനി പലയിടത്തും ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കൗൺസിലർമാരടക്കം വ്യക്തമാക്കുന്നത്. ഇങ്ങനെ അനധികൃതമായി തുടർന്ന് വന്നിരുന്ന കെട്ടിടങ്ങൾ അത് ഭരണത്തണലിലായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതായത് കഴിഞ്ഞ ഏറെക്കാലമായി കോർപ്പറേഷൻ ഭരണസമിതി ആരായിരുന്നുവെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം. അത്തരത്തിലുള്ള ഭരണത്തണലിൽ ഇങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഈ രീതിയിൽ ഉപയോഗിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ CPM-ന്റെ കൂടുതൽ നേതാക്കൾ എത്തുകയാണ്, കൂടുതൽ പ്രവർത്തകർ എത്തുകയാണ്, പോലീസും അതുപോലെ തന്നെ കൂടുതലായി എത്തുകയാണ്. എന്താണ് ഇവിടെ നടക്കേണ്ടത് എന്ന് തീരുമാനം അതിപ്പോൾ CPM എടുക്കുന്നത് പോലെയാണ്. അതായത് കോർപ്പറേഷൻ ജീവനക്കാർ വന്നാലും പോലീസ് വന്നാലും തങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ്. അത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ എന്തായാലും മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഇത്തരത്തിലുള്ള ഒരു ആക്രോശവും ആക്രമണവും ഒക്കെ CPM പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. അത് ആ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് തുടർന്നു വരുന്നത്. ശരി മനോജ്, എന്തായാലും വരും മണിക്കൂറുകളിൽ മനോജിലേക്ക് എത്താം. തിരുവനന്തപുരം ആനയറയിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ അനധികൃതമായി പ്രവർത്തിച്ചുവന്ന CPM ഓഫീസ് പൊളിച്ചു നീക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കോർപ്പറേഷൻ കടന്നപ്പോൾ അതിനെ CPM ഗുണ്ടായിസത്തിലൂടെ ചെറുക്കുന്ന പ്രവണതയാണ്. അതിനായി അവിടെ ധാരാളം പ്രവർത്തകരെ CPM നേതാക്കൾ എത്തിച്ചിട്ടുണ്ട്. അവർ കയർക്കുകയാണ്. അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മാധ്യമപ്രവർത്തകരോടും പോലീസുകാരോടും ഒക്കെ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.